ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അറഫ്ത സീരീസിലെ 8ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വൈകിപ്പിക്കാതെ തന്നെ എപ്പിസോഡിലേക്ക് പോയാലോ? എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അതേഷിനെ മേജനെയാണ്. മുറാത്തിൻ്റെ വീഡിയോ കണ്ട് മേജൻ ആകെ ഷോക്ക് ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് എന്നവൾ അതേഷിനോട് ചോദിക്കും. അതേഷ് പറയും, ഞാനൊന്നും ചെയ്തതല്ല, നീ ഇപ്പം കണ്ടത് തന്നെയാണ് സത്യം, അതാണ് ഞാൻ നിന്നോട് മുൻപും പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജൻ ആകെ വിഷമാവാണ്. നിനക്ക് വിശ്വാസമില്ലാന്നുണ്ടെങ്കിൽ നിന്റെ സഹോദരനോടൊന്ന് പോയി ചോദിച്ചു നോക്ക്, നീ എന്താണോ കണ്ടത് അത് തന്നെയാണ് സത്യം. ഇതെല്ലാം കേട്ട് വിഷമിച്ച് മേജൻ മുറാത്തിനോട് സംസാരിക്കാൻ പോവാണ്. അപ്പം അതേഷ് പറയും, നീ ഇതെല്ലാം അവനോട് ചോദിച്ചാൽ അവൻ നിന്നോട് സത്യം പറയുന്നു തോന്നുന്നുണ്ടോ? അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവനൊരു ഇന്നസെൻ്റ് ആണെന്ന് തെളിയിക്കാനേ നോക്കുള്ളൂ. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജൻ ആകെ വിഷമാവും. ഇവൻ മാത്രമല്ല, നിന്റെ ഫാമിലി മൊത്തം ഇങ്ങനെ തന്നെയാണെന്ന് അതേഷ് പറയുന്നു. ഇതെല്ലാം കേട്ട് ആകെ വിഷമിച്ച് മേജൻ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് മേജൻ ഹാളിലേക്ക് വരുമ്പോൾ അവളുടെ ഫാമിലി എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ടാവും. അവരെല്ലാം അവൾ ഒരുപാട് വിഷമത്തോടു കൂടി നോക്കുകയാണ്. ഇതെല്ലാം കണ്ട് ഹൈദർ അവളോട് കാര്യം തിരക്കും. അപ്പോൾ അവൾ പറയും, ഞാനൊരു വീഡിയോ കണ്ടു. ഇത് കേൾക്കുമ്പോൾ അവരാകെ ടെൻഷൻ ആവുന്നുണ്ട്. എന്ത് വീഡിയോനെ കുറിച്ചാണ് നീ പറയുന്നത്? ഞാൻ കണ്ടത് മുറാത്തിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അവനും ഒരു പെൺകുട്ടിയുമായിട്ട് വഴക്കിട്ട് അവൾ ആകെ ചോരയിലൊക്കെ മുങ്ങിക്കിടക്കുന്ന ഒരു വീഡിയോ. ഇതെല്ലാം കേൾക്കുമ്പോൾ ഹൈദറിനും മുറാത്തിനും ആകെ പേടിയാവുകയാണ്. ഇതെല്ലാം നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഹൈദർ ചോദിക്കുമ്പോൾ മേജൻ പറയും, അതെല്ലാം ഇപ്പോൾ അറിയേണ്ട ആവശ്യം എന്താണ്? എന്തായാലും ആ വീഡിയോയിൽ കണ്ടത് ശരിയാണോ തെറ്റാണോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഇത് കേൾക്കുമ്പോൾ ഹൈദർ പറയും, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ആദേശാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന്. നിനക്ക് അറിയാവുന്നതല്ലേ ആദേശിനെ? അവൻ നമ്മളുടെ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവനെയാണോ നീ വിശ്വസിച്ചിരിക്കുന്നത്? നിനക്ക് നിന്റെ സഹോദരനാണോ അതോ ഇപ്പം കണ്ട ആ മനുഷ്യനാണോ നിനക്ക് വിശ്വാസം? ഇതെല്ലാം കേൾക്കുമ്പോൾ മുറാത്ത്, അതേഷിനെ നീ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. ഇതിൽ കണ്ട പോലെയല്ല, ശരിക്കും നടന്നത് അങ്ങനെയല്ല. ഞങ്ങൾ വഴക്കൂടിയെന്ന് പറയുന്നത് ശരി തന്നെയാണ്, പക്ഷേ അതിനുശേഷം അവൾ അവളുടെ കാല് തെറ്റിയാണ് വീഴുന്നത്. ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അവളുടെ അടുത്തേക്ക് പോയി നോക്കിയപ്പോൾ അവൾക്ക് ജീവനുണ്ടായിരുന്നു. അതിനുശേഷം അവൾ ഒരുപാട് കാലം ഓക്കെ ആയി ജീവിച്ചിരുന്നു. പിന്നീട് അവൾ എൻ്റെ പൈസ കണ്ടാണ് എന്നെ പുറകെ കൂടിയിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവളെ ഉപേക്ഷിച്ചു. അതിനുശേഷം ആ വിഷമത്തിൽ അവൾ സൂയിസൈഡ് ചെയ്തതാണ്, അല്ലാതെ ഇതിൽ എനിക്ക് വേറൊരു പങ്കുമില്ലെന്ന് മുറാത്ത് അവളോട് പറയാണ്. ഇതെല്ലാം മുറാത്ത് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ മേജൻ ആകെ വിഷമാവാണ്. എനിക്കറിയാമായിരുന്നു എൻ്റെ സഹോദരൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊരു വിശ്വാസം അവളുടെ മനസ്സിലുണ്ട്. ഇതെല്ലാം കൂടി ആകുമ്പോൾ അവൾക്കാകെ വിഷമാവാണ്. അവൻ അവളുടെ മുന്നിൽ നിന്ന് കരയുന്നത് കാണുമ്പോൾ അവൾ അവനെ കെട്ടിപ്പിടിക്കുകയാണ്. മുറാത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാവണമെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഹൈദറിനെയാണ്. ഹൈദർ അതേഷിൻ്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ ഫാമിലിയോട് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്? നീ എന്തിനാണ് ഇപ്പം മേജൻ ആ വീഡിയോ കാണിച്ചു കൊടുത്തത്? ഇത് കേൾക്കുമ്പോൾ അതേഷ് പറയും, അപ്പം നിങ്ങൾ ചെയ്ത് കൂട്ടിയതൊന്നും കുഴപ്പമില്ല, അത് നിങ്ങളുടെ മകൾ കണ്ടതാണല്ലേ നിങ്ങളുടെ കുഴപ്പം. നിങ്ങൾ ഈ കാര്യം എത്രയൊക്കെ മറച്ചു വെച്ചാലും അതെല്ലാം പുറത്തു കൊണ്ടുവരും. ഇത് കേൾക്കുമ്പോൾ ഹൈദർ പറയും, നമ്മളിപ്പോൾ ഒരു ഫാമിലി പോലെയാണ്. നിന്റെ ഭാര്യയുടെ സഹോദരനാണ് മുറാത്ത്, അതായത് നിന്റെ ബ്രദറിൻലോ. ഇതെല്ലാം അവന് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഇതെല്ലാം ഒരു ആക്സിഡൻ്റ് ആയിട്ട് നടന്നതാണ്. അതുമല്ല, നീ ഇങ്ങനെ പണ്ടത്തെ കാലമെല്ലാം കുത്തിപ്പൊക്കാൻ നിന്നാൽ ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു ഫാമിലി അല്ലേ, അപ്പോൾ അത് നിന്നെ കൂടി എഫക്റ്റ് ചെയ്യില്ലേ എന്ന് ഹൈദർ ചോദിക്കും. അപ്പോൾ അതേഷ് പറയും, ഞാൻ നിങ്ങളുടെ ഫാമിലി ഒന്നുമല്ല, ഇതെല്ലാം ഒരു ഡീലിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അറിയുന്നതല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചുള്ള കാര്യമൊന്നും എന്നെ ബാധിക്കുന്നില്ല. അതുമല്ല, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങൾക്ക് ശിക്ഷ കിട്ടിയിരിക്കും എന്ന് ആദേശ് പറയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഹൈദർ അവിടെ നിന്ന് ദേഷ്യം പിടിച്ച് പോകും. പിന്നീട് കാണിക്കുന്നത് മേജനെയാണ്. അവൾ ഒരുപാട് വിഷമിച്ച് അവളുടെ സഹോദരന് അതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ച് അവൾ അവിടെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് അതേഷ് വരുന്നത്. അതേഷ് വരുന്നത് കാണുമ്പോൾ അവൾ ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എന്തിനാണ് നിങ്ങൾ ഞങ്ങളുടെ ഫാമിലിയോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ എല്ലാം മുറാത്തിനോട് ചോദിച്ചു, അവൻ അതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അവൾ അവിടെ നിന്ന് വീണതിന് ശേഷം അവൾക്ക് ജീവനുണ്ടായിരുന്നു. പിന്നീട് അവൾ സൂയിസൈഡ് ചെയ്താണെന്നാണ് അവൻ പറഞ്ഞത്. എന്തിനാണ് വെറുതെ ഞങ്ങളെ പുറകെ നടന്ന് ഞങ്ങളിങ്ങനെ ശല്യപ്പെടുത്തുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഞങ്ങളുടെ ഫാമിലി തകർക്കാൻ വേണ്ടി മനഃപൂർവ്വമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ അതേഷിന് നല്ല ദേഷ്യം വരും. നീയും നിന്റെ ഫാമിലിയെ പോലെ തന്നെയാണ്. സ്വന്തമായിട്ട് തെറ്റ് ചെയ്തിട്ട് അതെല്ലാം മറക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മേത്തേക്ക് അത് പഴിചാരും. എന്തൊക്കെ പറഞ്ഞാലും നിന്റെ സഹോദരൻ ഒരു കൊലയാളിയാണ്, അത് നീ കണ്ടതുമാണ്. എന്നിട്ടും നീ എന്താണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ചെറിയ പെൺകുട്ടിയെ കൊന്നിട്ട് അവൻ എങ്ങനെയാണ് അവൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാതെ പോലെ ഇത്ര സന്തോഷം ജീവിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്കും അറിയാവുന്നതല്ലേ, അവനൊരു തവണ എന്നെയും കൊല്ലാൻ ശ്രമിച്ചതാണ്. എന്നിട്ട് അതെല്ലാം നിന്റെ മേലിട്ട് അവനൊരു കുഴപ്പമില്ലാത്ത പോലെ നടന്നു. നീ എൻ്റെ മുന്നിൽ അവനെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാതെ കാര്യങ്ങളെക്കുറിച്ച് ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജൻ ആകെ വിഷമാവാണ്. മതി, ഇനി നിങ്ങൾ എന്നോടൊന്നും സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ നിൽക്കായിരിക്കും. മേജനാണെങ്കിൽ ഈ പ്രഷറെല്ലാം കാരണം അവിടെ തല ഇറങ്ങി വീഴാൻ പോവാണ്. അപ്പോൾ അതേഷ് അവളെ പിടിക്കാൻ ചെല്ലുമ്പോൾ അവളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പറയും. എനിക്ക് എന്നെ നോക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് മുറാത്തിനെയാണ്. മുറാത്ത് ആകെ കാലി ഇളകി നിൽക്കുകയാണ്. ഇതിനെല്ലാം പിന്നിൽ ആ നസീറാണ്. അവൻ്റെ കയ്യിൽ മാത്രമാണ് ആ വീഡിയോ ഉണ്ടായിരുന്നത്. നമ്മൾ അവന് മേജന് കല്യാണം കഴിച്ചു കൊടുക്കാത്തതുകൊണ്ട് തന്നെ അവൻ അത് അതേഷിന് അയച്ചു കൊടുത്തായിരിക്കും എന്ന് പറഞ്ഞ് മുറാത്ത് ആകെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യുക? എന്നെ എത്രയും പെട്ടെന്ന് പോലീസ് ഇവിടുന്ന് കൊണ്ടുപോകും, എന്നെ എങ്ങനെയാണെന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവൻ ഹൈദറിനോട് കരഞ്ഞു പറയായിരിക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ അവൻ്റെ അമ്മയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. അവർ അവൻ്റെ മുഖത്തേക്ക് അടിക്കുകയാണ്. അപ്പോൾ മേജൻ ഇവിടെ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളെല്ലാം ശരിയായിരുന്നല്ലേ? സത്യം പറഞ്ഞാൽ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇതെല്ലാം ഒരു ആക്സിഡൻ്റ് ആണ്, ഞാൻ ഒരിക്കലും അവളെ കൊല്ലണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല എന്ന് അവൻ പറയുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ അവൻ്റെ അമ്മ അവനെ സമാധാനിപ്പിക്കും. പിന്നീട് കാണിക്കുന്നത് മേജനെയാണ്. അവൾ ഒരുപാട് വിഷമിച്ച് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിരിക്കുകയായിരിക്കും. അവളുടെ സഹോദരൻ പറഞ്ഞ കാര്യം അതേഷ് പറഞ്ഞ കാര്യങ്ങളും എല്ലാം അവളിങ്ങനെ മാറി മാറി ആലോചിച്ച് ഒരുപാട് വിഷമിച്ചിരിക്കുകയായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴാണ് അതേഷ് അവിടെ നിൽക്കുന്നത് അവൾ കാണുന്നത്. അതേഷ് സത്യം പറഞ്ഞാൽ
അവളുടെ കണ്ടീഷൻ ഓക്കെ അല്ലാത്തതുകൊണ്ട് തന്നെ അവളുടെ പുറകെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ മേജർ നല്ല ദേഷ്യം വരികയാണ്. നിങ്ങളൊരിക്കലും എന്നെ സമാധാനത്തോടെ ജീവിക്കാൻ അയക്കില്ലല്ലേ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ നിൽക്കുകയായിരിക്കും. അപ്പോഴാണ് അവൾ പെട്ടെന്ന് ആകെ തളർന്നു വീഴുന്നത്. ഇത് കാണുമ്പോൾ അദ്ദേഹം അവളെ പിടിക്കുകയാണ്. അങ്ങനെ അവൾ കുഴഞ്ഞു വീഴുമ്പോൾ അവൻ അവളെ എടുത്തുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം അവൾക്ക് ബോധം വന്ന് അവർ രണ്ടുപേരും അവൻ്റെ കാറിൽ പോകുമായിരിക്കും. അപ്പോഴാണ് അദ്ദേഹം ചോദിക്കുന്നത്, നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇത് കേൾക്കുമ്പോൾ മേജൻ, എനിക്കിപ്പോൾ വീട്ടിലേക്ക് പോകണമെന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ അദ്ദേഹം, നിനക്കിപ്പോൾ ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടത്, നിന്റെ കണ്ടീഷൻ ഇപ്പോൾ മോശമാണെന്ന് പറയുന്നു. മേജൻ പറയും, എനിക്കിപ്പോൾ എന്തായാലും എൻ്റെ വീട്ടിലേക്കൊന്ന് പോയാൽ മതി. ഇത് കേൾക്കുമ്പോൾ അദ്ദേഹം പറയും, നീ വെറുതെ കുട്ടികളെ പോലെ വാശി കാണിക്കാൻ നിൽക്കണ്ട, നീ എപ്പോൾ വേണമെങ്കിലും തല കറങ്ങി വീഴാവുന്ന അവസ്ഥയിലായിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇപ്പം എന്തായാലും ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ. ഇത് കേൾക്കുമ്പോൾ മേജൻ അവളുടെ മനസ്സിൽ പറയുന്നുണ്ട്, ഇവൻ എന്തിനാണ് എന്നെ ഇത്ര കെയർ ചെയ്യുന്ന പോലെയൊക്കെ അഭിനയിക്കുന്നതെന്ന്. അങ്ങനെ അവൾ ഹോസ്പിറ്റലിലെല്ലാം പോയി അവൻ വീട്ടിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അവൾ ആ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൾക്ക് എന്തോ ഒരു വയ്യായി പോലെ തോന്നും. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ വന്ന് അവൾ എടുത്തുകൊണ്ട് പോകുമായിരിക്കും. എന്തിനാണ് എടുക്കുന്നതെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഒന്നും മിണ്ടാതെ അവൾ എടുത്ത് വീട്ടിലേക്ക് നടക്കുകയായിരിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് ദമയത്തും അവളുടെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. അവൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അവൾ അവിടെ ഇറക്കുകയാണ്. അതിനുശേഷം അമ്മയും ദമയത്തും കൂടി അവളെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. പിന്നീട് കാണിക്കുന്നത് ഹൈദറിനും മുറാത്തിനെയാണ്. അവർ രണ്ടുപേരും നസീറിനെ കാണാൻ വന്നിരിക്കുകയായിരിക്കും. എന്തിനാണ് ഈ വീഡിയോ എല്ലാം അദ്ദേഹത്തിന് അയച്ചു കൊടുത്തത് എന്നെല്ലാം അവർ ചോദിക്കുമ്പോൾ നസീർ പറയും, നിങ്ങൾക്ക് എന്നെ വിശ്വാസമല്ലേ, ഞാനെന്തിനാണ് ഈ വീഡിയോ എല്ലാം അവൻ അയച്ചു കൊടുക്കാൻ നിൽക്കുന്നത്? അവൻ എൻ്റെ ശത്രുവാണ്, ഞാനെന്തിനാണ് അവനക്ക് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ ഹൈദറും മുറാത്തും പറയും, പിന്നീട് എങ്ങനെയാണ് അവനക്ക് നിന്റെ ഫോണിൽ നിന്നും ആ വീഡിയോ കിട്ടിയത്? ഇതെല്ലാം നിന്റെ കയ്യിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് നസീറിന് ഒരു കാര്യം മനസ്സിലാവുന്നത്. അതേഷ് മേജനെ കൊണ്ട് അവൻ്റെ മുന്നിലേക്ക് ലഞ്ച് കഴിക്കാൻ വന്നത് വേറെ ഒന്നിനല്ല, അവൻ്റെ കയ്യിൽ നിന്നും ആ വീഡിയോ എങ്ങനെയും അടിച്ചു മാറ്റാനായിരുന്നു. ഇതെല്ലാം ആലോചിച്ച് നസീറിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതേഷ്, നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല, നീ എന്നെ അത്രത്തോളം ദേഷ്യം പിടിപ്പിച്ചിരിക്കുകയാണ്, നിന്റെ മരണം എൻ്റെ കൈ കൊണ്ടാവുമെന്ന് അവൻ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അതേഷിനെയാണ്. അവൻ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ജമാൽ അവനോട് ചോദിക്കും, മേജനിപ്പോൾ എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇത് കേൾക്കുമ്പോൾ അവളിപ്പോൾ കുറച്ച് ടയേർഡാണ്, അവൾക്ക് ചെറിയ ജലദോഷം ഉണ്ടെന്ന് പറയുന്നു. എന്തായാലും മരുന്നൊക്കെ കുടിക്കുമ്പോൾ അതെല്ലാം ശരിയായിക്കോളും. അല്ല, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം എന്തായി? ഇത് കേൾക്കുമ്പോൾ ജമാൽ അവൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഫോട്ടോ അതേഷിന് കൊടുക്കുകയാണ്. അതിൽ മുറാത്തും ഒരു പെൺകുട്ടിയും ഉണ്ടാവും. ഇതെല്ലാം ആസ്ലി കാണുന്നുണ്ട്. ആസ്ലി അതേഷിനോട് ചോദിക്കും, നിന്റെ രാജകുമാരി ഇപ്പം എന്ത് ചെയ്യുന്നു? അവളുടെ സഹോദരൻ ഒരു കൊലയാളിയാണെന്ന കാര്യം അവൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയോ? ഇത് കേൾക്കുമ്പോൾ അതേഷ് അവളോട് ചോദിക്കും, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പോൾ ആസ്ലി പറയും, എന്ത് പ്രശ്നം? ഞങ്ങൾക്കിപ്പോൾ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഫുള്ള് അവളുടെ കാര്യം അന്വേഷിച്ച് നടക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ അതേഷ് പറയും, നിങ്ങളിങ്ങനെ അവളെക്കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കേൾക്കുമ്പോൾ ആസ്ലിക്ക് എന്തോ പോലെയാവും. ഇതെല്ലാം കേൾക്കുമ്പോൾ മുസൈൻ അതേഷിനോട് പറയും, മോനെ, മുറാത്ത് നിന്നോട് ചെയ്തതിന് നീ അവനക്ക് പകരമൊന്നും കൊടുക്കുന്നില്ലേ? നീ എന്താണ് അവനെ പോലീസിൽ ഏൽപ്പിക്കാത്തത്? നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും എടുത്തു ചാടി തീരുമാനിക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വേണ്ടത്. ഇതെല്ലാം കേൾക്കുമ്പോൾ മുസൈനൊന്നും മനസ്സിലാവില്ല. നമ്മളെന്തിനാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനെല്ലാം അതിൻ്റെതായ ഒരു കാരണമുണ്ടെന്ന് അതേഷ് പറയുന്നു. ഇതോടുകൂടി അറഫ്ത സീരീസിന്റെ 8ാമത്തെ എപ്പിസോഡോട് അവസാനിക്കുകയാണ്. എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒരു റെഡ് ഹാർട്ട് നിങ്ങൾ കമൻറ്റിലിടുന്നത് എനിക്ക് ഒത്തിരി സന്തോഷമാവും. കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും പെട്ടെന്ന് എഡിറ്റ് ചെയ്യാനും എല്ലാം എന്നെ അതൊരുപാട് മോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ.